നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ ബറേലിയിൽ ജുമാ നമസ്കാര സമയത്ത് സംഘർഷ സാധ്യത ഉള്ളതിനാൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കി. വെള്ളിയാഴ്ച നടക്കുന്ന പ്രാർത്ഥനയിൽ ആളുകൾ ഒത്തുകൂടുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുള്ളതിനാലാണ് വ്യാഴാഴ്ച ഉച്ച മുതൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെച്ചത്. ഔദ്യോഗിക പ്രഖ്യാപനം പ്രകാരം ഒക്ടോബർ 2 ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ ഒക്ടോബർ 4 ഉച്ച കഴിഞ്ഞ് 3 മണി വരെ ബറേലിയിൽ ഇന്റർനെറ്റ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുമെന്നും അറിയിച്ചു. ബറേലി ഡിവിഷനിലെ 4 ജില്ലകളിലും സുരക്ഷ ശക്തമാക്കി. തെരുവുകളിൽ സേന വിന്യസിക്കുകയും ഡ്രോണുകൾ ഉപയോഗിച്ച് നിരീക്ഷണം കർശനമാക്കുകയും ചെയ്തു. നഗരത്തിൽ 6000-ലധികം പോലീസുകാരെ വിന്യസിച്ചു. ബറേലിയിൽ ഐ ലവ് മുഹമ്മദ് മാർച്ചിനിടെയുണ്ടായ അക്രമ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചത്. കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച നടന്ന പ്രകടനത്തിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് മുൻകരുതൽ ചട്ടം പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിനോടകം തന്നെ പ്രാദേശിക പുരോഹിതനും ഇത്തിഹാദ് മില്ലത്ത് കൗൺസിൽ പ്രസിഡന്റുമായ തൗക്കീർ റസാ ഖാൻ, അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളായ ഡോക്ടർ നഫീസ് ഖാൻ, നദീം ഖാൻ എന്നിവരെ ഉൾപ്പെടെ 80-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്ഥിതി നിയന്ത്രിക്കാൻ ഇമാമുമാരെയും പൊതുജനങ്ങളെയും സമാധാനം നിലനിർത്താൻ പറ്റുന്നതും കിംവദന്തികൾ പ്രചരിക്കുന്നതും തടയാനുള്ള ചട്ടങ്ങൾ നടപ്പാക്കാൻ അഭ്യർത്ഥനയുമായി സുന്നി മർക്കസിലെ ജമാഅത്ത് റസാഇ മുസഫ് ദേശീയ വൈസ് പ്രസിഡന്റ് സൽമാൻ ഹസൻ ഖാൻ രംഗത്തെത്തി. വെള്ളിയാഴ്ച പ്രഭാഷണങ്ങളിൽ ഐക്യത്തിനായുള്ള പ്രത്യേക ആഹ്വാനവും നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ അക്രമത്തിൽ പെടുന്നവരെ കുടുംബങ്ങളെ കാണാൻ പോകുന്നതിനിടെ സഹാറൻപൂരിൽ കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരൻ ആസാദിനെ വീട്ടുതടങ്കലിലിടുകയും ചെയ്തു. ആസാദ് സംഭവത്തെക്കുറിച്ച് നിഷ്പക്ഷ അന്വേഷണം നടത്താമെന്നും ഇരുകളെയും പ്രതിപക്ഷ ശബ്ദങ്ങളെയും നിശബ്ദരാക്കാൻ സർക്കാർ പോലീസിനെ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. അക്രമത്തെ തുടർന്ന് ബറേലിയിൽ സുരക്ഷ ശക്തമാക്കിയ നടപടികൾ രാഷ്ട്രീയ നേതാക്കളെ വീട്ടുതടങ്കലിൽ ഉൾപ്പെടെ നിരവധി മുൻകരുതൽ നടപടികൾ എന്നിവ സംസ്ഥാന സർക്കാരിന്റെ കർശന സമീപനത്തിന്റെ ഭാഗമായാണുണ്ടായത്.